Hello friends, welcome back to Healthy Bites. I am Anju. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൂവപ്പൊടി അഥവാ ആരോറൂട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ കഴിക്കാവുന്ന ഒന്നാണ് കൂവപ്പൊടി എന്ന് പറയുന്നത്. നമുക്ക് വയറിനൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുറയ്ക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇതിൽ അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച് നമ്മുടെ ദഹനത്തെ വളരെ പെട്ടെന്നാക്കും. അപ്പോൾ നമ്മുടെ ഈ ദഹനം വളരെ പെട്ടെന്നാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ 6 മാസം മുതലുള്ള കുട്ടികൾക്ക് ഇത് കുറുക്കാക്കി നൽകാവുന്നതാണ്. പിന്നെ ആരോറൂട്ട് അഥവാ കൂവപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു എനർജി സോഴ്സാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ കൂവപ്പൊടി ഉപയോഗിച്ചിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് അട ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആരോറൂട്ട് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യാം. ഞാനിവിടെ ഓർഗാനിക് ഷുഗറാണ് എടുത്തിരിക്കുന്നത്, അഥവാ ബ്രൗൺ ഷുഗർ. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതാ നമ്മുടെ പഞ്ചസാര ഇപ്പം എന്താ മെൽറ്റായി തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഈ ഒരു കളറിലേക്ക് മാറുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതായത് ഈ സിറപ്പ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ബൗളിലേക്ക് ചേർക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോവും. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ അതായത് ഹാർഡായി തുടങ്ങി. ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിൽ ഒഴിച്ച് കാണിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 2 ബൗളിൽ, ഇതുപോലത്തെ 2 ബൗളിലുണ്ടാവും. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ കൂവപ്പൊടി, ഇതാ ഞാനിതിലൊരു 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഈ കൂവപ്പൊടി കട്ട കെട്ടാതെ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചൂട് തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ഗ്ലാസ് 1-ാം പാൽ, ഒരു അരമുറി തേങ്ങയുടെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്ത തേങ്ങാപ്പാൽ നന്നായിട്ട് അരിച്ചെടുത്താണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ അഥവാ ഓർഗാനിക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പം മധുരത്തിന് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ചേർക്കാം. കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂവപ്പൊടി, നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി കൂടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. ഇനി ഇതിപ്പോൾ എല്ലാം കൂടി ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ. ഇത് വളരെ പെട്ടെന്ന് കുറുകി വരും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മണിക്കൂറോളം പുറത്ത് തന്നെ വെക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാവുന്നതാണ്. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കൂടാതെ ഇതിനിപ്പോൾ ഓൾറെഡി ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പുതിനയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കൂവപ്പൊടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ബാക്കി വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായൊരു പുഡിങ്ങാണിത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ആരോറൂട്ട് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൂവപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള പുഡിംഗ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, ഹാപ്പി കുക്കിംഗ്.